ഹായ് ഫ്രണ്ട്സ്, ഒരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നോർമലി വീട്ടിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അതാ നമ്മൾ ചോറ് വെക്കുന്നുണ്ട്. അടുപ്പിലാണ് സൺഡേസിലൊക്കെ നമ്മൾ ചോറ് വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ റൈസ് കുക്കറിലാണ് പൊതുവേ വെക്കാറുള്ളത്. അപ്പോൾ സൺഡേ പിന്നെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ അടുപ്പിൽ വെക്കും. കുറേയധികം ക്ലിപ്പിങ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ചെറിയൊരു വ്ളോഗാണ്. പിന്നെ പെട്ടെന്നായിരുന്നു ഒരു വ്ളോഗ് എടുക്കുക എന്നുള്ളത് ഓർത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് മീൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുയ്യാപ്ല, കട്ട്ല എന്നൊക്കെ പറയുമായിരിക്കും നിങ്ങളുടെ നാട്ടിൽ. നമ്മുടെ ഇവിടെ ഇതിന് മെയിനായിട്ട് പറയുന്നൊരു പേര് പുയ്യാപ്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് മറ്റ് പേരുകളൊക്കെ പറയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഫിഷിന് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളത് പറയുക. ഇത് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി വെക്കാനായിട്ട് നമ്മൾ ഇന്ന് 2 അയിലയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പൊരിക്കാനുള്ളതൊക്കെ അതിന് വരയൊക്കെ ഇട്ട് വെക്കുവാണ്. ഉപ്പും മുളകും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻസ് ഇടുമല്ലോ, അപ്പോൾ ഞാനത് ഇട്ട് വെക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. എനിക്കിഷ്ടമാണ് കുരുമുളക് പൊടിയും കൂടെ ഇടുമ്പോഴുള്ള ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ മുളക് പൊടി, പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അതൊന്ന് ഫില്ല് ചെയ്യും. ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് പെരക്കിയെടുക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇനി കറിയും കൂടെ വെക്കുന്നത്. ഇതിപ്പം എല്ലാം കൂടെ പെരക്കിയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ചട്ടിയിലിട്ട് ഇതുപോലെ പെരക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പൊരിക്കാനുള്ളത് അവിടെ വെച്ചതിന് ശേഷം ഇത് നമ്മുടെ അയിലയാണ്. അയില നമ്മൾ ഫസ്റ്റിൽ തന്നെ തക്കാളിയൊക്കെ വേവിക്കുമ്പോൾ തന്നെ ഇടൂല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ നല്ലപോലെ പെട്ടെന്ന് വേവുന്ന ഒരു മത്സ്യമാണ് അയില. അപ്പോൾ ഞാനത് പൊരിക്കാനുള്ളത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. പൊരിക്കുന്നത് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ പൊരിച്ചെടുക്കാം കേട്ടോ, കാരണം ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇണറും കൂടെ എടുത്തിട്ടുണ്ട്. മുട്ട, മീൻമുട്ട എന്നാണ് ഇതൊന്ന് പറയുക, നമ്മുടെ ഇവിടെ ഇണർന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചതാണ്. ഒന്നുകൂടി ഞാൻ ആ ഒരു വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തക്കാളി മുറിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് പുഴുക്കൾ കേട്ടോ. അതിൽ ഒന്നിക്കിൽ കേട് അല്ലെങ്കിൽ പുഴു. അപ്പോൾ ഞാൻ പുഴുവാണോ അതോ കേടാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാം ഗൈസ്. അത് കത്തിയോണ്ട് നോക്കുന്നത് മറ്റേ അതിൻ്റെ കുരുവാണോ അതോ പുഴുവാണോ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കേടാണെങ്കിൽ നമ്മളത് ഒരു ഭാഗത്ത് നിന്ന് മുറിച്ച് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതാ ഞാൻ നോക്കുവാണത്. അപ്പോൾ അതാ ശരിക്കും അത് പുഴുവായിരുന്നു കേട്ടോ. നല്ല നീളമുള്ള വെള്ളപ്പുഴുവായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായത്. ഈയിടെയായിട്ട് തക്കാളി മുറിക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണിത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അതാ ഞാൻ ആ പുഴുവിനെ തന്നെയാണ് സൂം ചെയ്ത് കാണിക്കുന്നത്, കണ്ടില്ലേ. അപ്പം അതിന് കളയാം. അതായത് നമുക്ക് ഇതുപോലുള്ള പുഴുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ, കാരണം പുഴുവിന് നമുക്ക് എല്ലാവർക്കും ഒരു ഞെട്ടാണല്ലോ. അപ്പം ഞാനിതാ അടുത്ത പച്ചക്കറി കഴുകിയെടുക്കുമെന്ന് അടുത്ത തക്കാളി. ഇത് തൻഷു ബേബിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ, പ്ലേ സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കോപ്പയാണ് കേട്ടോ. അവനങ്ങനെ അത് എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ദേഷ്യം വരും, അവന് ഇഷ്ടമല്ല അതാരും എടുക്കുന്നത്. ഓർമ്മയിലാണ് ഞാനത് എടുത്തു പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ അരിയുന്നത് കാന്താരിയാണ് കേട്ടോ. കൊളസ്ട്രോളൊക്കെ കുറക്കാൻ ബെസ്റ്റാണല്ലോ കാന്താരി. അപ്പം ഞാനത് എരിഞ്ഞിടും. അതിൻ്റെ അകത്ത് ഹസ്ബൻഡിന് അത്യാവശ്യം കൊളസ്ട്രോൾ ഉണ്ട്, അപ്പോൾ ഞാൻ ഒട്ടുമിക്ക ഇതിലും കാന്താരി മുറിച്ചിടും. അപ്പോൾ അതാ നെക്സ്റ്റ് തക്കാളി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണ് തക്കാളിൻ്റെ മുത്ത് മുറിക്കുക കേട്ടോ. അപ്പോൾ അധികം തക്കാളി എന്താ പറയുക, അതിൻ്റെ ഒരുപാട് ഏരിയ അങ്ങ് ചിലവായി പോകത്തില്ല. അപ്പോൾ ചെറിയതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വേവെന്നുള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും ചെറുതായിട്ടാണ്. അത് മാത്രമല്ല അത് കറിക്കൊരു ടേസ്റ്റ് കൂടുതൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. നന്നായിട്ട് അതിൻ്റെ പഴുപ്പൊക്കെ അതിൽ അടിഞ്ഞ് ചേരുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ്, ഈ വിധമാണ് ഞാൻ തക്കാളി ഒട്ടുമിക്ക കറികളിലും മുറിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എനിക്കൊന്ന് എൻ്റെ കുറ്റ്യാട്ടൂറുള്ള വീട്ടിലേക്ക് പോകണമായിരുന്നു, എൻ്റെ വീട്ടിൽ. അപ്പം ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. കുറ്റ്യാട്ടൂർ മീൻസ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് എൻ്റെ അമ്മയുടെ തറവാട്ട് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ചട്ടോപ്പാറയാണ്.
നമ്മുടെ ചെട്ടോപ്പാറ സിറ്റിയാണ്. അവിടെയാണ് ഇപ്പം നിന്നിട്ടുള്ളത്. ബേക്കറി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ തറവാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടത്തേക്ക് അവിടെ എന്താ പറയുക, കുറേ വീടുകളുണ്ട്. നമ്മുടെ ഫാമിലിയാണ് മൊത്തം അവിടെ. മാമന്മാരുടെ വീടാണ്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നൊസ്റ്റു അടിക്കുകയാണ്. പണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ബസ് കയറുക കോളേജിലൊക്കെ പോകുമ്പം. അതൊക്കെ എന്താ പറയുക, ഇവിടെ എപ്പോൾ വരുമ്പോഴും അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ തറവാട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് നൊസ്റ്റുമാണ് കേട്ടോ ഇവിടേക്ക് വരുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്യുക. അപ്പോൾ അമ്മ ജനിച്ച് വളർന്ന വീട് ഇതല്ല, മറ്റൊരു വീട്ടിലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ ആ വീട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ടേക്ക് ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഫുൾ വൈബ് സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി തോടും പിന്നെ അത് വിശാലമായ വയലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. രണ്ടാഴ്ചയായി പോവാത്തത് പനിയൻ. ആരാ ഓട്ടോറിക്ഷന്ന് പറഞ്ഞു കൊടുക്കണ? ആരാ ഓട്ടോറിക്ഷന്ന്? ഏതെങ്കിലുടെയാന്ന് കാണുന്നുണ്ടോ? ഓളെ പച്ചക്കളറ് കാണുന്നില്ല. പൊട്ടുന്നില്ലടോ, വീഡിയോ എടുക്കുന്നുണ്ടോ? പൊട്ടും ഇങ്ങനെ കുറച്ച് ഇതുള്ളത് വരയ്ക്കും. ഈ സംഭവം അറിയുന്ന എത്ര പേരുണ്ട്? ചിലപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ നൊസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ ഇത്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഇതുപോലെ ചെയ്യാറില്ലേ? ഇതെപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലേ ഇതുപോലെയൊക്കെ ചെയ്യുമ്പം. അപ്പോൾ നമ്മൾ കുറേ ഇതുപോലെയൊക്കെ എന്താ പറയുക, പോകുമ്പോഴായാലും നമ്മൾ കുറേ മെമ്മറീസൊക്കെ റിവൈൻഡ് ചെയ്തെടുക്കും അല്ലേ. ഇവിടെയൊക്കെ നോക്കിയാട്ടെ, നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി സ്ഥലം. ഈ ഒരു തെങ്ങ് ഇവിടെ പൊരിഞ്ഞു വീണിട്ടുണ്ട്. അതിങ്ങനെ തുള്ളിക്കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വയൽ, ഇവിടെയൊക്കെ വയൽത്തറ നടക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഇവിടെ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഈ വയൽ. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ്. പിന്നെ നമ്മുടെ അമ്മ വീടൊക്കെ ഒരു പ്രത്യേക വൈബ് ഉണ്ടാക്കുന്നൊരു സ്ഥലം കൂടിയാണ്. കുറേ മെമ്മറീസൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ഈ വെള്ളത്തിൻ്റെ കുറേ ഫോട്ടോസ്, അങ്ങനെയുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നീ? ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ടെൻഷൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ് കുട്ടി, പക്ഷേ പോസ് ചെയ്യുന്നില്ല കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ലൊരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കുളിര് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ പൂവിനെന്താ പേര് പറയാമെന്ന് ഇത്രയും കാലമായിട്ടല്ല, ഒരുപാട് കാലമായിട്ട് ഈ പൂവിനെ നമുക്കറിയാം. പക്ഷെ ഇതിൻ്റെ പേരെന്താണ് പറയാമെന്നുള്ളത് അറിഞ്ഞോളാം കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ ഈ പൂ പറിച്ച് പൂവിടും, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഇവിടെ 4 പേരെ കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ട്, പേര് ശുക്കൂർ. ശുക്കൂർ ഇത് പെണ്ണാ? ശുക്കൂർ, അടിപൊളി പേര്. നിന്റെ പേരെന്നാ? വിളിച്ചോണ്ടല്ലോ അല്ലേ? പെണ്ണ് പൂച്ചക്ക് ശുക്കൂർ എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് മാത്രമല്ല, പൊതുവേ ശുക്കൂർ എന്നൊക്കെയുള്ള പേര് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടായിരിക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ ഫുൾ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാമി പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാമീനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. മാമിക്ക് സൺഡേയും പണിയുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം മാമി 3 മക്കളുമാണ് നിൽക്കുന്നത്. മാമൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ലോകത്തില്ല കേട്ടോ, എങ്കിലും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. മാമനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മുടെ റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ. 2 മാമന്മാരുടെ വീട്ടിൽ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു ദിവസം വരാമെന്ന് കരുതി നമ്മൾ പെട്ടെന്നൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇതാ 2 മാമന്മാരുടെ വീട്ടിൽ, അടുത്ത മാമൻ്റെ വീടാണ്. അപ്പോൾ ഇത് രാജമാമൻ്റെ വീടാണ്. മാമൻ അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ പോകുമ്പോൾ കടയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റിൽ ഞാൻ നോക്കുന്നത് ഈ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മമ്മയുണ്ട്, എൻ്റെ ഇളയ മാമനുണ്ട് കേട്ടോ. ഈ മാമനും ഇപ്പം നമ്മുടെ ലോകത്തില്ല, കുറേ മുന്നേ നമ്മളെ വിട്ട് പോയ മാമനാണത്. മാമൻ്റെ പേര് രത്നാകരൻ എന്നാണ് കേട്ടോ. കാണുമ്പം എന്തൊക്കെയോ ഒരു സങ്കടമാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. കാരണം അമ്മ ഇവരൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, പക്ഷേ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് അമ്മമ്മേൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പോൾ മാമൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വന്നത് കുറ്റാട്ടൂരുള്ള എൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ നിന്ന് ചായ കുടിച്ച് അപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ടോ, കാരണം പെട്ടെന്ന് അങ്ങ് എത്തണം.
അപ്പോൾ അതാ ചായ വെക്കുകയാണ് അമ്മ. അപ്പോഴത്തേക്ക് അമ്മ പറയുന്നത് ഗ്യാസ് തീർന്നു പോയി, ഇനി അടുപ്പിൽ ചായ വെക്കണം എന്നൊക്കെ കേട്ടോ. സൺഡേസിൽ ഗ്യാസ് ബുക്കിംഗ് ചിലപ്പോൾ ഗ്യാസ് വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല. ശിവാമി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അനിയത്തീൻ്റെ മോളാണ്. പിന്നെ ശിവാമി കുട്ടി അവിടെ ഉണ്ട്. അപ്പോൾ ധൻഷും ശിവാമിയൊക്കെ കളിക്കുകയാണ്. അപ്പോൾ അമ്മ ഇതാ ചായൻ്റെ കടിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ചായ പതക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നൊന്നും. അപ്പോൾ ഇതാ അമ്മ അതിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അതാ പിള്ളേർ രണ്ടാളും ഭയങ്കര കളിയാണ് കേട്ടോ. ശിവാമി ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. രണ്ടാളും അവർ ഹാപ്പിയാണ് കേട്ടോ, അവർ കളിക്കുന്നുണ്ട്. ഒരു വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ചിലപ്പോൾ അടി കഴിയാനും മതി കേട്ടോ. അത് അച്ഛനും ഹസ്ബൻഡും ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ശിവാമീൻ്റെ അടുത്ത പരിപാടി എൻ്റെ ഷോൾ എടുത്തിട്ട് ഓക്ക് സാരി ഇടണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഷാള് സാരി ആക്കിത്താന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി, നമ്മുടെ ചോറൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി വന്ന് നമ്മളെ റൂമിലെത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവർ രണ്ടും വണ്ടി ഉരുട്ടി കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.